ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ടാണ്. നെറ്റ്ഫ്ലിക്സ് വഴി 2021 റിലീസ് ചെയ്ത ഒരു ക്രൈം ത്രില്ലർ എറോട്ടിക് റൊമാൻറ്റിക് വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയായിരുന്നു ഹസീൻ ദിൽറുബ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ രണ്ടാമത്തെ ഭാഗം, സെക്കൻഡ് പാർട്ട് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തിരിക്കുകയാണ്. തപ്സി പനു, വിക്രാന്ത് മാസെ, സണ്ണി കൗശൽ എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു 16+ മൂവിയാണ്, 18+ എന്ന് പറയാൻ പറ്റില്ല, ഒരു 16+ മൂവിയാണ്. എന്താണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ കുറച്ച് എന്താ പറയുക, വയലൻസ് കുറച്ചുണ്ട്, എറോട്ടിക് ആയിട്ടുള്ള കുറച്ച് സീനുകളുണ്ട്. അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സിനിമ 16+ എന്ന് പറയാൻ കാരണം. കോമഡി, റൊമാൻസ്, എറോട്ടിക്, ഡ്രാമ, മിസ്റ്ററി വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ്. ഫിർ ഐ ഹസീൻ ദിൽറുബ എന്നാണ് ഈ സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഭാഗത്ത് ആദ്യത്തെ പാർട്ടിൽ എങ്ങനെയൊക്കെയാണോ ഏത് രീതിയിലാണോ സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത് അതേ പാറ്റേണിൽ തന്നെയാണ് സെക്കൻഡ് പാർട്ടിലും അവർ സംഭവം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. കുറേ ടെസ്റ്റുകളുണ്ട്, ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ലോജിക്കില്ലാത്തൊരു കഥാസന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിൽ എന്താ ഈ ലോജിക്കില്ലായ്മ ഈ സിനിമ ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവങ്ങളില്ല എന്നുള്ളതാണ്. ആ ആസ്വാദനത്തെ ബാധിക്കുന്നില്ല ആ ഒരു സംഭവം. കഥ പറയുന്ന രീതിയാണെങ്കിൽ പോലും, ട്വിസ്റ്റുകൾ വരുന്ന ആ ഒരു ഘട്ടങ്ങളാണെങ്കിൽ പോലും നമ്മളെ പിടിച്ചിരുത്തുന്ന സംഭവങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു സിനിമയാണ്. ഹസീൻ ദിൽറുബ എന്ന് പറഞ്ഞ സിനിമ. ലോജിക്ക് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ആ രീതിയിലായിരുന്നു അതിൻ്റെ ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ, ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളത്. ആ സിനിമ കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കാണുക. അത് 2021 നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത സിനിമയാണ്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ സെക്കൻഡ് പാർട്ട് കാണാൻ വരിക. അതിനൊരു തുടർച്ചയാണ് ഈ സിനിമ, ഒരു തുടർച്ചയായിട്ട് പോകുന്ന ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ പ്ലോട്ട്, സ്റ്റോറി എന്താണെന്നുള്ള കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല. ഹസീൻ ദിൽറുബ കണ്ടവരുണ്ടെങ്കിൽ കാണാത്തവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയുടെ പ്ലോട്ട് പറയാത്തത്. റൊമാൻസ്, അവിഹിതം, പിന്നെ ക്രൈം, അങ്ങനെ ഒരുപാട് ഗണത്തിൽപ്പെടാവുന്ന ഒരു സംഭവമാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. എന്തായാലും ഇഷ്ടമാതിരിക്കില്ല. ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും സെക്കൻഡ് പാർട്ടും ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണാന്നുള്ളതാണ്. ഈ സിനിമ ഒറ്റ ഇരിപ്പിന്, ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഒറ്റ ഇരിപ്പിന് കണ്ടു തീർക്കാവുന്ന ആ ഒരു ടൈപ്പ്, എന്താ പറയുക, അതുപോലെ കണ്ടു തീർക്കാവുന്ന സംഭവമാണ്. സെക്കൻഡ് പാർട്ട് മൾട്ടി ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. തമിഴടക്കമുള്ള ഭാഷയിൽ സെക്കൻഡ് പാർട്ട് അവൈലബിൾ ആണ്. ഫസ്റ്റ് പാർട്ട് ഹിന്ദി മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ കണ്ട സമയത്ത് ഹിന്ദി മാത്രമേ ഉള്ളായിരുന്നു. അതിൻ്റെ മലയാള സബ് ടൈറ്റിൽ വെച്ചിട്ടാണ് ഞാൻ കണ്ടതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഉള്ളത്. 2021 കണ്ടതാണ്. 2021 റിലീസ് ചെയ്തിട്ടുള്ളത്. 2024 ഇപ്പോൾ ഇന്നലെ ആഗസ്റ്റ് മാസം 9-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ എന്നുള്ളത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. സെക്കൻഡ് പാർട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാതിരിക്കില്ല. ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടവർക്ക് സെക്കൻഡ് പാർട്ട് ഇഷ്ടപ്പെടാതിരിക്കില്ല. നല്ല ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും വേണമെങ്കിൽ ഒരു പാർട്ടും കൂടി ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ നിർത്തിയിട്ടാണ് ഈ ഒരു സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും കണ്ടുപോകുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും